Hello guys, welcome to 10 Miracle Lab. ഇന്നത്തെ എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ് ഇൻ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു റെക്റ്റാങ്കിൾ പാറ്റേൺ ഫോം ചെയ്തത്. ഈ റെക്റ്റാങ്കിൾ പാറ്റേൺ ഫോം ചെയ്ത് ഇവിടെ ഈ ഗ്രീൻ കാൻഡിലിൽ ഈ റെക്റ്റാങ്കിൾ പാറ്റേണിനെ ബ്രേക്ക് ചെയ്ത് ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് കിട്ടി. ഇവിടെ എന്തുകൊണ്ടാണ് ഈ ബ്രേക്ക് ഔട്ട് ഇത്ര നല്ല രീതിയിലുള്ള റിട്ടേൺ നൽകിയെന്നും ഇവിടെ എങ്ങനെയാണ് എൻട്രി ആൻഡ് എക്സിറ്റ് എടുക്കാം എന്നും നമുക്ക് നോക്കാം. ഇതായിരുന്നു റെക്റ്റാങ്കിൾ പാറ്റേണിന്റെ റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസിനെ ഈ ഗ്രീൻ കാൻഡിൽ ബ്രേക്ക് ചെയ്തു. നമുക്കറിയാം ഇവിടെ ഒരു കൺസോൾട്ടേഷൻ നടന്നു. കൺസോൾട്ടേഷൻ നടന്നത് എന്തുകൊണ്ട് ഈ ബ്രേക്ക് ഔട്ട് എടുക്കാം എന്നുള്ളതിന്റെ കാരണമാണ് പറയുന്നത്. കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്, അതുകൂടാതെ ഇവിടെ ലോവർ ഹൈ ഫോം ചെയ്യുന്നുണ്ട്. ഈ ലോവർ ഹൈ ഫോം ചെയ്യുന്നതിന്റെ അർത്ഥം എന്നുള്ളത് ബയേഴ്സ് പതിയെ നിഫ്റ്റിയെ മുകളിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ബയേഴ്സിന്റെ ആധിപത്യം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് സെയിം ടൈം നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ വളരെ നല്ലൊരു ബ്രേക്ക് ഔട്ട്, 1 മണി സമയം നമുക്ക് നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നു. അതിനുശേഷമാണ് ഇവിടെ ഈ കാൻഡിൽ ബ്രേക്ക് ഔട്ട് നൽകുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ ബ്രേക്ക് ഔട്ട് പോയിന്റിൽ നമുക്ക് ഒരു എൻട്രി എടുത്ത് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാം. കാരണം എല്ലാ സമയവും ബ്രേക്ക് ഔട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം ബ്രേക്ക് ഔട്ട് ഫെയിൽ ആകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ബയേഴ്സിന്റെ ആധിപത്യം കാണാം. കാരണം ലോവർ ഹൈ ഫോം ചെയ്യുന്നുണ്ട്, ലോവർ ഹയർ ലോസ് ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു മൂവ്മെന്റ്, ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ 1:2 റിസ്ക് റിവാർഡ് റേഷ്യോയിൽ അടുത്ത CPR വരെ നമുക്ക് ടാർഗറ്റ് വെച്ചുകൊണ്ട് ഈ ട്രേഡ് വളരെ നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമായിരുന്നു. നമുക്ക് അടുത്ത ബാങ്ക് നിഫ്റ്റിയിൽ എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ് ഏതാണെന്ന് നോക്കാം. നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്നുള്ളത് ഈ ബിഗ് റെഡ് കാൻഡിൽ നോക്കുക. അതായത് സെല്ലേഴ്സിന്റെ ആധിപത്യമാണ് അവിടെ. ഈ സെല്ലേഴ്സിനെ നമുക്ക് ഇവിടെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചുവെങ്കിൽ ബയേഴ്സിന് ഇതിന്റെ മുകളിലേക്ക് സ്ട്രോങ് ആയി ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? സെല്ലേഴ്സിനെ ബീറ്റ് ചെയ്താൽ തീർച്ചയായും ബയേഴ്സിന് പ്രൈസ് കൂടുതൽ മുകളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അത് നിങ്ങൾ ഓർത്തു വെക്കുക. ഇവിടെ ബയേഴ്സ് അതിന് ശ്രമിച്ചു, എന്നാൽ ഇവിടെ നമുക്ക് വിക്സ് കാണാൻ സാധിക്കുന്നുണ്ട്, ഷാഡോസ്. ഈ ഷാഡോസിന്റെ അർത്ഥം എന്താണ്? അവിടെയും സെല്ലേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. സെല്ലേഴ്സിനാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് എക്സാക്ട് ഈ റെഡ് കാൻഡിലിനെ ക്രോസ് ചെയ്തില്ല. അപ്പോൾ സെല്ലേഴ്സ് ഇവിടെയും ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് നേരെ സെല്ലേഴ്സിന്റെ ആധിപത്യ മേഖല നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സെല്ലേഴ്സ് ഉണ്ട്, ഇവിടെയൊക്കെ സെല്ലേഴ്സ് ഉണ്ട്. അപ്പോൾ ആ സെല്ലേഴ്സിനെ ബീറ്റ് ചെയ്തത് ഈ കാൻഡിലായിരുന്നു. ഇതാ ഈ ഗ്രീൻ കാൻഡിലായിരുന്നു സെല്ലേഴ്സിനെ ബ്രേക്ക് ചെയ്തത്. ഇവിടെ നമുക്ക് ഈ ബ്രേക്ക് ഔട്ട് നടന്നതിന് ശേഷം നോക്കാം. ബ്രേക്ക് ഔട്ട് നടക്കുന്നതിന് മുമ്പ് കൺസോൾട്ടേഷൻ ഉണ്ട്, ഹയർ ലോസ് ഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബ്രേക്ക് ഔട്ട് നല്ലൊരു പ്രോബബിലിറ്റി ആണ്. ഈ ബിഗ് ഗ്രീൻ കാൻഡിലിന്റെ 60% സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് CPRന്റെ അടുത്ത് ടാർഗറ്റ് വെച്ച് നമുക്ക് ഈ മൂവ്മെന്റ് ക്യാപ്ചർ ചെയ്യാമായിരുന്നു. 1:2 റിസ്ക് റിവാർഡിൽ പൊസിഷൻ സൈസ് ചെയ്ത് നിങ്ങൾ എൻട്രി എടുക്കുകയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മൂവ്മെന്റ് ക്യാച്ച് ചെയ്യാമായിരുന്നു. അതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ 200 പീരിയഡ് മൂവിങ് ആവറേജിന്റെ അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ തന്നെ CPRന്റെ അവിടെ റെസിസ്റ്റൻസ് ഉണ്ട്.
ഇവിടെ മുമ്പ് പറഞ്ഞതുപോലെ ചെറിയൊരു സ്കാൽപ്പിങ്, ഈ ക്ലോസിങ്ങിൽ എൻട്രി എടുത്ത് 20 പീരീഡ് മൂവിങ് ആവറേജിൽ ടാർഗറ്റ് വെക്കുന്ന രീതിയിൽ. ബട്ട് ഇവിടെ 1:2 റേഷ്യോ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ എൻട്രി അത്ര നല്ല എൻട്രി അല്ല. അതുകൊണ്ട് നമ്മൾ ആ എൻട്രി തീർച്ചയായും ഒഴിവാക്കേണ്ടതുണ്ട്. ഇതായിരുന്നു ഇന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഉണ്ടായ എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ്സ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇന്നലത്തെ മൂവ്മെന്റിന്റെ വീഡിയോ ഇടാൻ പറ്റിയിരുന്നില്ല. ഇന്നലെ ഒരു നല്ല മൂവ്മെന്റ്, ഈ ബിഗ് മൂവ്മെന്റ് നമുക്ക് നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യാനുള്ള എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ്സ് ഉണ്ടായിരുന്നു. അതിന്റെ ഈ വീഡിയോ ലോങ് ആയി പോകുന്നത് കൊണ്ടാണ് അതിനെക്കുറിച്ച് പറയാത്തത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക. നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഇന്നലെ ഉണ്ടായ എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ് നിങ്ങൾക്ക് വേണ്ടി വിശദീകരിച്ച് തരുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുന്നു. ബൈ.